ഹായ് ഹലോ നമസ്കാരം. ശക്തികളിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു സെയിൽ വീഡിയോ ഒന്നുമല്ല. നമ്മുടെ ശക്തി കുടുംബത്തിലെ അംഗമായ താമരക്കുളത്തുള്ള ശ്രീകുമാർ ഒരു കവിത അയച്ചു തന്നിരുന്നു. അപ്പം കവിത നിങ്ങളിലേക്കൊന്ന് എത്തിക്കാമെന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ശ്രീകുമാറിൻ്റെ തന്നെ സുഹൃത്തായ താമരക്കുളത്തുള്ള മുഹമ്മദ് ഷാ എന്ന ആളാണ് ഈ കവിത എഴുതിയത്. അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു സൈനികൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എഴുതിയ വരികൾക്ക് തെളിച്ചം കൂടുതലായിരിക്കുമല്ലോ. ഈ കവിതയ്ക്ക് അദ്ദേഹം ഇട്ട പേര് പെൺകരുത്ത് എന്നാണ്. ഈ പെൺകരുത്ത് നമ്മളുടെ എല്ലാ അഭിമാനമായ ഒരു അതുല്യ പ്രതിഭയ്ക്ക് സമർപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എഴുതിയത്. സുനിത വില്യംസ് എന്ന അതുല്യ പ്രതിഭയ്ക്ക് മുൻപിൽ ഈ പെൺകരുത്ത് നമ്മൾ സമർപ്പിക്കുകയാണ്. അടുക്കളയിൽ നിന്നരങ്ങത്തേക്കെത്ര ദൂരത്തിനൊട്ടും പ്രസക്തിയിൽ ഈ യുഗത്തിൽ പ്രപഞ്ചവും താണ്ടി ഇന്നിതാ വാനോളം ശിരസ്സുയർത്തി നിൽപ്പൂ. ഭൂമിയെ ജയിച്ച ജയയായി പിറന്നവൾ ആകാശസ്പന്ദനങ്ങൾക്ക് കാതോർക്കയായി. മനസ്സാണ് ശക്തിയെന്നവൾ മൊഴിയാതെ മൊഴിയുന്ന കാഴ്ചയല്ലേ ഇത്. പ്രപഞ്ചം വിരിച്ചൊരാ ദുർഘടപാതകൾ കീഴടക്കി തന്നിച്ഛാശക്തിയിൽ പ്രകൃതി പോലും നമിച്ചുപോയവളുടെ നിശ്ചയദാർഢ്യത്തിൻ മുന്നിൽ മാത്രം. പെണ്ണൊരുമ്പെട്ടിന്നിതാ ഭൂമിയും വാനവും കൈക്കുമ്പിളിലാക്കി വേഗം സ്വപ്നങ്ങൾക്കൊപ്പം പറന്നുയർന്നവൾ ലോകം കണ്ടതിൽ ഏറ്റവും കരുത്തുറ്റവളായി മാറി. വാഴട്ടെ ജനനീ വാനോളമെന്നും മേധാവിത്വങ്ങളെ കീഴടക്കട്ടെ. പെണ്ണൊരുമ്പെട്ടിന്നിതാ ഭൂമിയും വാനവും കൈക്കുമ്പിളിലാക്കി വേഗം സ്വപ്നങ്ങൾക്കൊപ്പം പറന്നുയർന്നവൾ ലോകം കണ്ടതിലേറ്റവും കരുത്തുറ്റവളായി മാറി. വാഴട്ടെ ജനനീ വാനോളമെന്നും മേധാവിത്വങ്ങളെ കീഴടക്കട്ടെ. വാഴട്ടെ ജനനീ വാനോളമെന്നും മേധാവിത്വങ്ങളെ കീഴടക്കട്ടെ. ഇതാണ് മുഹമ്മദ് ഷാ സർ രചിച്ച പെൺകരുത്ത്. ഈ കവിത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബഹുമാനത്തോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഈ കവിത നമ്മൾക്ക് ചൊല്ലാനായിട്ട് ഏൽപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകുമാറിനും നന്ദി. അടുത്ത ദിവസം കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളും കുറച്ച് ചെടികളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടുകൂടി നമുക്കിന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു, ബൈ.